നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മെയ് മാസം 22 വെള്ളിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട 5ഓളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, ബക്രീദ് പ്രമാണിച്ച് ഇപ്പോൾ സപ്ലൈകോ ഒരു ഭക്ഷ്യ കിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10ഓളം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് ലഭിക്കുക. APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തന്നെ ഈ ഒരു കിറ്റ് സ്വന്തമാക്കുവാനും സാധിക്കും. 1101 രൂപ വിലയുള്ള കിറ്റാണ് നിങ്ങൾക്ക് 850 രൂപയ്ക്ക് സപ്ലൈകോ വഴി ലഭിക്കുക. നിലവിൽ ഈ ഒരു കിറ്റിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 26-ാം തീയതി വരെയായിരിക്കും കിറ്റിന്റെ വിതരണം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ആ ഒരു തീയതിക്കുള്ളിൽ നിങ്ങളുടെ കിറ്റ് സ്വന്തമാക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. വളരെയധികം വിലക്കുറവിലാണ് ഈ ഒരു ഉൽപ്പന്നങ്ങൾ ലഭിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു കിറ്റിൽ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക, ഏതൊക്കെ ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് കൂടി അറിഞ്ഞിരിക്കണം. 3 കിലോ ബിരിയാണി അരി, അതുപോലെ തന്നെ 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ ശബരി വെളിച്ചെണ്ണ, 1 കിലോഗ്രാം ശബരി അപ്പപ്പൊടി, അതുപോലെ തന്നെ 250 ഗ്രാം ശബരി ഗോൾഡ് ടീ, ശബരി മീറ്റ് മസാല 100 ഗ്രാം, ശബരി ഗരം മസാല 50 ഗ്രാം, ചിക്കൻ മസാല 100 ഗ്രാം, ശബരി കുരുമുളക് പൊടി 100 ഗ്രാം, മസാലക്കൂട്ട് 50 ഗ്രാം എന്നിവയാണ് കിറ്റിലുണ്ടായിരിക്കുക. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്ട്രി പ്രാബല്യത്തിൽ വരികയാണ്. ഇത് പ്രകാരം കർഷകർക്ക് ഒരു കർഷക ID ലഭിക്കും. ഈ ഒരു IDയുടെ അടിസ്ഥാനത്തിലായിരിക്കും കർഷകർക്കുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം. കഴിഞ്ഞ വർഷം ആരംഭിച്ച രജിസ്ട്രേഷനിൽ കുറെ ആളുകൾ പങ്കാളികളായിട്ടുണ്ട്. ഇനിയും ഈ ഒരു പദ്ധതിയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത നിരവധി കർഷകരുണ്ട്. പിന്നീട് ഈ ഒരു രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് വീണ്ടും ഇപ്പോൾ അവസരം വരികയാണ്. ഈ ഒരു അവസരത്തിൽ പരമാവധി അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്യുവാൻ ശ്രദ്ധിക്കണം. കരമടച്ച രസീതിന്റെ പകർപ്പ്, ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക്, റേഷൻ കാർഡിന്റെ ഒരു പകർപ്പ്, അതുപോലെ തന്നെ ആധാർ കാർഡ് എന്നിവയാണ് രജിസ്ട്രേഷന് വേണ്ട രേഖകൾ. OTP അധിഷ്ഠിത വെരിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ കൂടി കയ്യിൽ കരുതുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കേണ്ടത്, കർഷക ID ഉള്ളവർക്കാണ് ഭാവിയിൽ കർഷക ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കാണ് കൂടുതൽ മുൻഗണന ലഭിക്കുക. രാജ്യത്ത് എത്രത്തോളം കർഷകരുണ്ട്, എത്രത്തോളം തുക ഇതിനായി മാറ്റിവെക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർക്കാരിന് കൃത്യമായി അതിന്റെ ഒരു ഡാറ്റ ലഭിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ ഒരു കർഷക ID രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത്. കൃത്യമായി അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കർഷക ID ലഭിക്കാത്ത അല്ലെങ്കിൽ കർഷക ID എടുക്കാത്ത ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ ഈ ഒരു കർഷക ID സ്വന്തമാക്കാൻ സാധിക്കും. അടുത്തതായി PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാം ഗഡു അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ്. 2000 രൂപ വെച്ചാണ് 4 മാസങ്ങളുടെ ഇടവേളകളിലായി ഒരു വർഷത്തിൽ 6000 രൂപ ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നത്. അടുത്ത മാസത്തോടു കൂടി ഈ ഒരു തുകയും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെയും സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ്. ഏറെ നാളായി കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ്. 25-ാം തീയതി മുതൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ലഭിച്ചു തുടങ്ങും. ഈ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനായി 1070 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങും. UDF സർക്കാർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ ഈ ഒരു വർധനവില്ല. 2000 രൂപ തന്നെയാണ് ഈ ഒരു മാസവും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക. അടുത്ത ഘട്ടങ്ങളിൽ, അതായത് സർക്കാരിന്റെ അടുത്ത ബജറ്റിലൊക്കെ ആയിരിക്കും ഘട്ടം ഘട്ടമായി ഇത് വർദ്ധിപ്പിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. വിവിധ ജില്ലകളിൽ കനത്ത ജാഗ്രതയുടെ ഭാഗമായി മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂർ മെയ് 26ഓടെ സംസ്ഥാനത്ത് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേനൽ മഴ സജീവമാവുകയാണ്. 24-ന് ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും 25-ന് ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്,
വീട്ടമ്മമാർക്ക് ലഭിക്കുന്ന, അതായത് 35 വയസ്സിന് മുകളിൽ പ്രായമുള്ള വീട്ടമ്മമാർക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷൻ വിതരണത്തിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയുണ്ട്. ഈ മാസത്തെയും ചേർത്താണെങ്കിൽ 2000 രൂപ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ലഭിക്കാനുണ്ട്. ഇതിനായുള്ള തുക വകയിരുത്തലോ അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളോ ലഭ്യമായിട്ടില്ല. അടുത്ത ആഴ്ചയോടുകൂടി ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1000 രൂപ വെച്ചാണ് വീട്ടമ്മ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ആ ഒരു തുക കൂടി അടുത്ത മാസത്തിൽ, അതായത് കുടിശ്ശിക ഉൾപ്പെടെ ലഭിക്കുകയാണെങ്കിൽ 1000 രൂപയോളം ഒരു ഗുണഭോക്താവിനെ സംബന്ധിച്ച് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.